ഹായ്, വെൽക്കം ബാക്ക് ടു റെസിപ്പി മലബാറിക്കസ്. ഇന്നൊരു സ്നാക്കായിട്ടാണ് ചെയ്യുന്നത്. ഒരു 4-in-1 പക്കോടയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 4-in-1 പക്കോട തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്യാരറ്റ് വേണം. ക്യാരറ്റ് ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. അതുപോലെ കേബേജ് വേണം. കേബേജ് ഇതുപോലെ മുറിച്ചെടുത്തതാണിത്. പിന്നെ വയലറ്റ് കേബേജും കൂടെ എടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ അതും കൂടെ മുറിച്ചെടുത്തതാണിത്. പിന്നെ ഉരുളക്കിഴങ്ങ് വേണം. പൊട്ടറ്റോ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കഴുകിയെടുത്തതാണിത്. അതിൻ്റെ പശ ഒന്ന് കഴുകിയെടുത്തതാണിത്. അതിനൊരു സ്റ്റാർച്ച് വരുമല്ലോ, അത് കഴുകിയെടുത്തതാണിത്. അപ്പം ഇനി ഇതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില വേണം. അത് ചതച്ചിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഒരുപാട് ചതയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. ഒരു വെല്ലുള്ളി കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്, നേരിയതായിട്ട് മുറിച്ചത്. പച്ചക്കറിയെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ പകുതിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് കുറേ പച്ചക്കറി ഉണ്ടാകുമ്പോൾ കുറച്ച് മതി പച്ചക്കറിയെല്ലാം. അപ്പം ഞാനിവിടെ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വയലറ്റ് ക്യാബേജ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ വേണം. ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്യണം. നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി ആവശ്യത്തിന്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇതിൻ്റെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു വെള്ളം ഇറങ്ങുന്നവരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താൽ നല്ലത്, കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മതി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടുന്ന കായപ്പൊടിയാണ്. കായം കുറച്ച് മതി. ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരും കായം കൂടെ ഇട്ടാൽ. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന നല്ല മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കിട്ടില്ല, അപ്പോൾ അത് അധികമെങ്കിൽ കുറച്ച് മതി. ഇതിട്ട് ചുവന്ന മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് കടലമാവാണ്. കടലമാവ് നിങ്ങൾ നോക്കിയിട്ടിടണം. അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം കടലമാവ്. ഞാനിവിടെ ടോട്ടലായിട്ട് ഒരു 3.5 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ആ പച്ചക്കറീൻ്റെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഒരുപാട് ഒരേ സമയം തന്നെ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഇനി ഇത് പക്കോട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനോട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊരു ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചെറിയ പീസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ചൂടായി നോക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് ഞാനിവിടെ പരത്തിയിട്ടാണ് ഇടുന്നത്, ഒരുപാട് തിക്കിലല്ല. അപ്പം വേഗം ഇത് വെന്ത് കിട്ടും. ഈ ബജിയെല്ലാം ഉണ്ടാക്കുമ്പോൾ എപ്പം ശ്രദ്ധിക്കേണ്ടത്, മീഡിയം തീയിൽ ഇട്ടതിന് ശേഷം ഒന്ന് വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞോ കുക്കാവുകയില്ല. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് തിരിച്ചിടാം. തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബജിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജിയുടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.